Hi everyone. If you are preparing for React interview, don't miss this. ഇതിനു മുമ്പ് ഞാനൊരു പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഐ ഹോപ്പ് ഇറ്റ് വിൽ ഓൾസോ ബി യൂസ്ഫുൾ. വാട്ട് ഈസ് റീറെൻഡറിങ് ഇൻ റിയാക്ട്? സോ റെൻഡർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈം. റീറെൻഡറിങ് എന്ന് വെച്ചാൽ സ്ക്രീനിൽ റെൻഡറായ കമ്പോണൻറ്റ് വീണ്ടും അപ്ഡേറ്റ് ആവുന്നത്. സോ വൈ കമ്പോണൻറ്റ് റീറെൻഡേഴ്സ്? അതിന് മെയിനായിട്ട് 3 റീസൺസ് ആണുള്ളത്. സ്റ്റേറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുക, പ്രോപ്പ് വാല്യൂ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ പേരൻ്റ് റീറെൻഡർ ചെയ്യുക. സോ ഇങ്ങനെ 3 റീസൺസ് ആണ് മെയിനായിട്ടൊരു കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ മെയിനായിട്ട് റിമെമ്പർ ചെയ്യേണ്ടത് റിയാക്ട് റീറെൻഡർ ചെയ്യുന്നത് കമ്പോണൻറ്റിനെയാണ്, അല്ലാതെ എൻ്റയർ ഡോം അല്ല. കീ പോയിൻറ്റ്സ് ടു റിമെമ്പർ ഹിയർ ഈസ് സ്റ്റേറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യും, പ്രോപ്പ് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യും, പേരൻ്റ് റീറെൻഡർ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യും. വാട്ട് ഈസ് യൂസ് ഇഫക്റ്റ്? യൂസ് ഇഫക്റ്റ് ഒരു റിയാക്ട് ഹുക്കാണ്. അതായത് റിയാക്റ്റിൽ സൈഡ് ഇഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് റിയാക്ട് യൂസ് ചെയ്യുന്ന ഒരു ഹുക്കാണ് യൂസ് ഇഫക്റ്റ്. മെയിനായിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഹുക്സിൽ ഒരെണ്ണമാണ് യൂസ് ഇഫക്റ്റ്. സോ ഇനീഷ്യൽ സ്ക്രീനിങ് റൗണ്ട്സിലൊക്കെ ഇത് മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ റിയാക്ട് യൂസ് ഇഫക്റ്റ് യൂസ് ചെയ്യുന്നത് സൈഡ് ഇഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് തോന്നുന്നു. സൈഡ് ഇഫക്ട്സ് മീൻസ് API calls, event listeners, all those comes under side effects. സോ ഇങ്ങനെയുള്ള സൈഡ് ഇഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യാനാണ് റിയാക്ട് ഈ യൂസ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഹുക്ക് യൂസ് ചെയ്യുന്നത്. സോ യൂസ് ഇഫക്റ്റിൽ എഴുതുന്ന കോഡ് റെൻഡർ കഴിഞ്ഞ് മാത്രമേ റൺ ചെയ്യൂ. ചില ടൈമിൽ നമുക്ക് കമ്പോണൻറ്റ് റീറെൻഡറിന് മുമ്പ് കോഡ് റൺ ചെയ്യണം, ചിലത് കമ്പോണൻറ്റ് റീറെൻഡർ കഴിഞ്ഞ് കോഡ് റൺ ചെയ്യണം. അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ യൂസ് ഇഫക്റ്റിലെ കോഡ് എപ്പോഴും കമ്പോണൻറ്റ് റെൻഡർ കഴിഞ്ഞ് മാത്രമേ റൺ ചെയ്യൂ. ക്യാൻ കൺട്രോൾ എക്സിക്യൂഷൻ യൂസിങ് ഡിപ്പെൻഡൻസി അറേ. സോ യൂസ് ഇഫക്റ്റിലെ ഒരു മെയിൻ പാർട്ടാണ് ഡിപ്പെൻഡൻസി അറേ. ചെയ്യുന്നത് API കോൾസ്, ഇവൻറ്റ് ലിസണേഴ്സ്, അതുപോലുള്ള സൈഡ് ഇഫക്ട്സിനെ ഹാൻഡിൽ ചെയ്യാനാണ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് മെയിനായിട്ട് 3 ടൈപ്പിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് സിൻറ്റാക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യത്യാസം വരുന്നത് ആ ഒരു ഡിപ്പെൻഡൻസി അറേക്ക് മാത്രമായിട്ട്. സോ യൂസ് ഇഫക്റ്റിലെ ഒരു മെയിൻ പാർട്ടാണ് ഡിപ്പെൻഡൻസി അറേ. സോ വാട്ട് ഈസ് ദിസ് ഡിപ്പെൻഡൻസി അറേ? ഞാൻ പറഞ്ഞു യൂസ് ഇഫക്റ്റിലെ മെയിൻ പാർട്ടാണ് ഡിപ്പെൻഡൻസി അറേ എന്ന്. ഡിപ്പെൻഡൻസി അറേക്ക് യൂസ് ഇഫക്റ്റ് എപ്പോഴൊക്കെ റൺ ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും. empty array, if empty array is giving that code, use effect will run once, that is a mount time, that the initial render ടൈമിൽ മാത്രമേ ആ കോഡ് റൺ ആവൂ, അല്ലാതെ റീറെൻഡർ ടൈമിൽ അത് റൺ ആവില്ല. if suppose value is given, it will run ഇനീഷ്യൽ റീറെൻഡറിൽ റൺ ആവും. പിന്നെ വാല്യൂ നമ്മൾ ഡിപ്പെൻഡൻസി അറേക്കകത്ത് കൊടുത്തേക്കുന്ന വാല്യൂ ഓർ വേരിയബിൾ, അതിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആകുന്ന ടൈമിലൊക്കെ ഈ യൂസ് ഇഫക്റ്റിലെ കോഡ് റൺ ആവും. ഇനിയിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല, എക്സാമ്പിളിൽ സെക്കൻഡ് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന പോലത്തെ കോഡാണ്, ഡിപ്പെൻഡൻസി അറേസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാ റെൻഡറിലും അത് റൺ ആവും. സോ അത് ഒരു പെർഫോമൻസ് വൈസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് അപ്രോച്ച്, ബട്ട് അതൊരു ഓപ്ഷനാണ്. വാട്ട് ഈസ് യൂസ് സ്റ്റേറ്റ്? യൂസ് ഇഫക്റ്റ് പറഞ്ഞ പോലെ വേറൊരു ഹുക്കാണ് യൂസ് സ്റ്റേറ്റ്. കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഡേറ്റാനെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹുക്കാണ് യൂസ് സ്റ്റേറ്റ്. യൂസ് സ്റ്റേറ്റിൻ്റെ സിൻറ്റാക്സ് ഒരു നോർമൽ വേരിയബിൾ ഡിക്ലറേഷനിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു വേരിയബിളും സെറ്റർ ഫംഗ്ഷനും ഇൻസൈഡ് ആൻ അറേ, ഇങ്ങനെയാണ് അതിൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷനകത്തായിട്ട്, അതായത് യൂസ് സ്റ്റേറ്റ് parenthesis inside that we are giving the initial value. ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പോണൻ്റ് അകത്തുള്ള സ്റ്റേറ്റ് മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനുമായിട്ടാണ്. സോ യൂസ് സ്റ്റേറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഇതിനകത്തെ കൗണ്ട് സെറ്റ് കൗണ്ട് യൂസ് ചെയ്ത് അപ്ഡേറ്റ് ആകുമ്പോഴൊക്കെ ആ കമ്പോണൻറ്റ് റീറെൻഡർ ആവും. സപ്പോസ് ഇപ്പം ഒരു ലെറ്റ് വേരിയബിൾ നെയിം ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തു, UI ഷോ ചെയ്യുന്നുണ്ട്, നമ്മൾ ആ വാല്യൂ എന്നിട്ട് അപ്ഡേറ്റ് ആക്കി. ഇതൊരു നോർമൽ വേരിയബിൾ ആണെങ്കിൽ ആ വാല്യൂ അപ്ഡേറ്റ് ആയതുകൊണ്ട് അത് UI ഷോ ചെയ്യില്ല, കാരണം കമ്പോണൻറ്റ് റീറെൻഡർ ആവുന്നില്ല. അതേസമയം നമ്മളിപ്പോൾ ഈ കൗണ്ട് UI ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, സെറ്റ് കൗണ്ട് യൂസ് ചെയ്ത് ആ വാല്യൂ അപ്ഡേറ്റ് ആക്കിയെങ്കിൽ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുകയും അപ്ഡേറ്റ് ആയ കൗണ്ട് വാല്യൂ UI ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്
വൈ ഡസ് അപ്ഡേറ്റിംഗ് സ്റ്റേറ്റ് നോട്ട് അപ്ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി? കൗണ്ടിൻ്റെ വാല്യൂ ഓൾറെഡി 8 ആണ്. ലൈൻ നമ്പർ 8 സെറ്റ് കൗണ്ട് ഇൻ പാരാന്തസിസ് കൗണ്ട് പ്ലസ് 1 ഞാനിപ്പം കൊടുത്തെന്ന് വെച്ചാൽ സെറ്റ് ലൈൻ നമ്പർ 9 എന്നിട്ട് കൺസോൾ ലോഗ് ഓഫ് കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് 8 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുക, 9 ആയിരിക്കില്ല. കാരണം റിയാക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ബാച്ചസ് ആയിട്ടാണ്, അസിൻക്രണസ് ആയിട്ടാണ്. അത് പെർഫോമൻസ് ഹാൻഡ്ലിങ്ങിൻ്റെ പാർട്ടായിട്ടാണ്, ബട്ട് അത് ബാച്ചസ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതൊരു ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് പ്രീവിയസ് വാല്യൂ ആയിരിക്കും ഷോ ചെയ്യുന്നത്. So that's it for today's React interview questions. See you in the next video.